കശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകുന്നവരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. ഭീകരബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 1500 പേരെയാണ് കശ്മീരിൽ ഉടനീളം കസ്റ്റഡിയിലെടുത്തത്. റെസിസ്റ്റന്റ് ഫ്രണ്ട് തലവനെ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗം ഡൽഹിയിൽ അവസാനിക്കുകയും ചെയ്തു. ബസന്ത്, എത്രത്തോളം തിടുക്കപ്പെട്ടുള്ള നീക്കങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്? ഈ യോഗത്തിന്റെ പ്രാധാന്യം ഡൽഹിയിൽ അവസാനിച്ചതിന്റെ കൂടി പ്രതീക്ഷ അല്പസമയം മുമ്പാണ് 2.5 മണിക്കൂർ വരെ നീണ്ട ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അതായത് മന്ത്രിസഭാ ഉപസമിതി യോഗം കഴിഞ്ഞത് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിമാരൊക്കെ തന്നെ മടങ്ങിയിരിക്കുകയാണ്. വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ വിദേശ മന്ത്രാലയത്തിൽ ആരംഭിക്കും. 9 മണിയോടുകൂടി വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കടുത്ത നടപടി, നയതന്ത്ര തലത്തിൽ കടുത്ത നടപടി വരുന്നു എന്നതിൻ്റെ സൂചനയാണ് വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം വരുന്നത്. 3 കാര്യങ്ങളാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്. അവിടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലും ഡൽഹിയിലും അതോടൊപ്പം ഇസ്ലാമാബാദിലും അതാത് രാജ്യങ്ങളുടെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർമാർ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയെ താഴോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇരുവരെയും പിൻവലിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുമോ എന്നുള്ളതാണ്. ഇത് വളരെ നിർണായകമായ ഒരു കരാറാണ്. അതിൽ നിന്നും ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്തുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അതിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ നയതന്ത്ര രംഗത്ത് നിലപാട് കടുപ്പിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. ബാക്കി പിന്നീട് എന്നുള്ള തരത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. സൈനിക നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഒരു പരിമിതമായ തലത്തിലുള്ള ഒരു സേനാ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും കശ്മീരിലാകമാനം തന്നെ വലിയ തോതിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നു. 1500ഓളം പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഈ 1500 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അനന്തനാഗ് പോലീസ് ഈ പഹൽഗാമിലെ ഈ 26 പേരെ കൊലപ്പെടുത്തിയ 4 ഭീകരർക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ നൽകുന്നവർക്കായി 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജീഷ്, അതായത് ബസന്ത്, ഈ 1500 പേരെ കസ്റ്റഡി എടുക്കുന്നു പറയുമ്പോൾ അങ്ങേയറ്റത്തെ ഒരു കടുത്ത നടപടിയിലേക്ക് സൈന്യത്തിന്റെ ഭാഗത്ത് നടപടികൾ വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവരെ ബന്ധങ്ങൾ സംബന്ധിച്ചും ഒക്കെ എന്താണ് പ്രഥമ ദൃഷ്ടിയ സംശയങ്ങൾ? ഏതൊക്കെ സംശയങ്ങൾ ബലപ്പെട്ടിട്ടായിരിക്കാം ഇവരെയൊക്കെ ഇത്രയും അധികം ആളുകൾ, 1500 പേരെന്ന് പറയുമ്പോൾ വലിയ സംഖ്യയാണ്, അവരെ കസ്റ്റഡി എടുക്കുന്നത്. അപ്പോൾ ഒരു ശക്തമായ ഒരു നടപടിയിലേക്ക് പോകുന്നു. എവിടെയാണ് ഇവരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടോ ആ കണക്ഷൻസ് എല്ലാം തന്നെ പരിശോധിക്കുന്നു. പ്രാദേശികമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സഹായങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള സംശയത്തിൻ്റെ ബലത്തിലാണോ ഇവരെയൊക്കെ കസ്റ്റഡിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? പ്രതീക്ഷ, ഇത് പോലീസാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികളാണിത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ കേസുകളിൽ നേരത്തെ പോലീസിൻ്റെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ പിടിയിലോ ഉണ്ടായിരുന്ന ഈ 1500 പേരെ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. അത് പ്രധാനമായും ഇവർക്ക് എന്തെങ്കിലും പ്രാദേശിക തലത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. NIAയും ഇപ്പോൾ രംഗത്തുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഈ 4 പേരും പെഹൽഗാമിൽ വരികയും അവിടെ ഈ ഭീകരപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിനെ എപ്പോൾ വന്നു, ഇവർക്ക് എന്തെങ്കിലും പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാൻ അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നും നിയന്ത്രണ രേഖയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററോളം അകലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സുരക്ഷാ വലയത്തിനുള്ളിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ച് താമസിച്ചിരുന്നു എന്നുള്ള ഒരു സംശയമാണ് ബലപ്പെട്ടു വരുന്നത്. ഏതായാലും പോലീസിൻ്റെ നടപടികൾ ശക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉപസമിതിയുടെ യോഗം അവസാനിച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ എടുത്തിട്ടുള്ള നിർണായക തീരുമാനം എന്നുള്ളതാണ്. വിദേശമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിമാരൊക്കെ തന്നെ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 മണിയോടുകൂടി വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം വരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഇപ്പോൾ വരിക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബസന്ത് സൂചിപ്പിച്ചതുപോലെ, ബസന്ത് ഇപ്പോൾ പറഞ്ഞത്, ബസന്ത് എന്തായാലും ഈ പല രീതിയിലും നമ്മൾ എല്ലാ തരത്തിലും, കാരണം ഒരു കരുതലോടെയുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കുമല്ലോ പോകുക. കാരണം തിടുക്കപ്പെട്ട് നമ്മളെ സംബന്ധിച്ചോളം അറിയാം, ഇന്ത്യയിൽ എല്ലാ ജനങ്ങളും
പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു തിരിച്ചടി ഉടൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സൈനിക തലത്തിൽ നോക്കിയാലും അവിടുത്തെ മറ്റ് നയതന്ത്ര തലത്തിലൊക്കെ നോക്കിയാലും കരുതലോടെയുള്ള നീക്കം അതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയും ആ രീതിയിലായിരിക്കാം സാധ്യമായ വഴികൾ തേടിയിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആദ്യം ഇവരെയൊക്കെ പോലീസ് അവിടുത്തെ സംസ്ഥാന പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അത് സംശയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പ്രാദേശികമായിട്ട് ഉള്ള ഈ സഹായങ്ങൾ നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം, പിന്നീട് ഈ തിരച്ചിൽ സംബന്ധിച്ച് അതെന്താണ്? കാരണം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞുവല്ലോ. ഈ ഭീകരവാദികളൊക്കെ തന്നെ ആ മേഖല വിട്ട് പോയേക്കാനുള്ള സാധ്യതകൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തിരച്ചിൽ ഇത്രയും സമയം കഴിയുന്ന ഒരു മുറയ്ക്ക് അതല്ല മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ സൈന്യത്തെ സംബന്ധിച്ചും അവിടെ തിരച്ചിൽ നടത്തുന്ന ഒരുപാട് സംയുക്ത ഓപ്പറേഷൻ എന്ന നിലയിലേക്ക് എത്തുമ്പോൾ മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ ബസന്ത്? ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അവിടെ ഇപ്പോൾ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊരു വനമേഖലയുടെ നടുക്കാണ് ഈ ബൈസാരൻ താഴ്വരയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വനമേഖലയിൽ വലിയ തോതിലുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ 4 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സേന. ഇപ്പോൾ 2 പാകിസ്ഥാൻ ഭീകരരുണ്ട്, 2 തദ്ദേശീയ ഭീകരർ, അതായത് കശ്മീരികളായ ഭീകരരും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും തെരച്ചിൽ തുടരുന്നതിൻ്റെ ആ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ന് 2 വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ബാരാമുള്ളയിലും അതോടൊപ്പം തന്നെ കുൽഗാമിലെ താങ്ദാറിലും 2 ഏറ്റുമുട്ടലുകൾ നടന്നു. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചിട്ടുണ്ട്. കുൽഗാമിൽ സൈന്യം ഭീകരരെ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനും ഈ സൈന്യം വളഞ്ഞ ഭീകരരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രജീഷ്.